യുവതി യുവാക്കൾക്ക് മാനസിക പിരിമുറുക്കം കൂടുന്നതായി കാനഡയിലെ വൈദ്യശാസ്ത്ര സംഘടന കണ്ടുപിടിക്കാൻ എന്തോന്നിരിക്കുന്നത്? അത് ശരി, ഇപ്പൊ സർവത്ര ഇത് തന്നെയല്ലേ. ഇവിടെ എന്തോ നടക്കുന്നത്? യുവതി യുവാവും ഒക്കെ ഏതുനേരോ പിരിമുറുക്കം തന്നെ. കൊച്ചമ്മ ഇതൊന്ന് കുടിച്ചു നോക്കണം കൊച്ചമ്മ. കുടിച്ചു നോക്കാൻ? ഓ എന്താ? അല്ല മധുരം ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി. ഓഹോ, അപ്പൊ നിനക്ക് കുടിച്ചു നോക്കിയാൽ വയ്യ? ഇത്രയും കാലമായിട്ട് ചായയുടെ നിനക്ക് എത്ര മധുരം ഇടണം, ഇത് കറക്റ്റ് ആയിരിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. കൊച്ചമ്മ മനുഷ്യന്റെ കാര്യമല്ലേ, കൊച്ചമ്മയുടെ സ്വഭാവം എത്രയും മാറുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ മധുരം കൂടിന്നിരിക്കും, ചിലപ്പോൾ മധുരം കുറഞ്ഞിരിക്കും. അങ്ങനെയാണല്ലോ. എന്തതിന്റെ ഇടയ്ക്ക് എന്തെന്ന് പറഞ്ഞ കൊച്ചമ്മയുടെ സ്വഭാവം? അല്ല, ചില സമയത്ത് കൊച്ചമ്മ എന്റെ അടുത്ത് സ്നേഹത്തോടെ ഇടപെടും, ചില സമയത്ത് കടിച്ചു കീറാൻ വരുന്ന പോലെ ഇടപെടും. അതുപോലെ തന്നെയാണ് മധുരത്തിന്റെ കാര്യത്തിലും. എന്ന് പറഞ്ഞാൽ നീ കാണിക്കുന്ന സകല തോന്നിവാസങ്ങളും ഞാൻ മിണ്ടാതെ ഇങ്ങനെ വെച്ചോണ്ട് ചക്കരയെ പൊന്നേന്ന് പറഞ്ഞിരിക്കണമെന്നോ? അയ്യോ അങ്ങനെയല്ല കൊച്ചമ്മ, ഞാൻ പറഞ്ഞത്. തെറ്റ് കണ്ടാ വഴക്ക് പറയും. ഞാൻ ചുമ്മാ വഴക്ക് പറയൂടാ? ഇല്ല അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല. അല്ല കൊച്ചമ്മ നേരത്തെ വായിച്ചായിരുന്നു, യുവതി യുവാക്കളിൽ മാനസിക സംഘർഷം പിരിമുറുക്കം കൂടുന്നതല്ലേ? അത് മനസ്സിലായി. അത് യുവതി യുവാക്കള്, എന്നെപ്പോലുള്ള കളവന്മാരുടെ കാര്യമല്ല. അയ്യോ ഞാനും യുവാവാണല്ലോ, ഇങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടിരുന്നാ എനിക്ക് ഇങ്ങനെ മാനസിക പിരിമുറുക്കം കൂടിക്കൊണ്ടേയിരിക്കും. അത് ശരി, നീ യുവാവോ? അതെ. 17ാമത്തെ വയസ്സിലാ ചന്ദ്രേട്ടൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ വർഷം എത്രയായി ഒന്ന് കണക്ക് കൂട്ടി പറ. എത്ര വയസ്സായി? വീടാനോ? ഇപ്പൊ പറഞ്ഞില്ലേ യുവതിയാണ് യുവാവാണ് പിരിമുറുക്കമാണെന്നൊക്കെ നീ പറഞ്ഞില്ലേ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളു. ഏതായാലും കൊള്ളാം. കുടിച്ചു നോക്കിയാൽ മധുരം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെ പതുക്കെ തരണം, ഒന്നുമില്ലെങ്കിൽ. എന്ന് വെച്ചാൽ നീ കുടിക്കണമെന്നല്ല എന്റെ അർത്ഥം. ഞാൻ കുടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചമ്മ ഇപ്പൊ എന്നെ അടിക്കൂല. ഞാൻ അതിങ്ങനല്ല കുടിച്ചു നോക്കുന്നത്, പാത്രത്തിലാക്കിയിട്ട് കുടിക്കാം. പാത്രത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ച് ഒരു ശകലം എടുത്തിട്ട് വേണേ നോക്കാം. അതെ അതെ അങ്ങനെ നോക്കാം. അയ്യേ ഒക്കെ കൊള്ളാം. ഒരു ചായ കൊണ്ടുവന്നാലും 1 മണിക്കൂർ പ്രസംഗമാണ്. ഈശ്വരോ ഭഗവാനെ. അയ്യോ എന്ത് പ്രശ്നമുണ്ടോ? നീ പ്രശോഭനെ അടുത്ത് വിളിച്ചേ. അല്ലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൊച്ചമ്മ? എനിക്കൊരു പ്രശ്നമില്ല, നീ പ്രശോഭനെ ഒന്ന് വിളിക്കാന്. അത് കൊള്ളാവല്ലോ. ആണോ? ഓ എനിക്ക് വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാ അമ്മ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എന്റെ നല്ല ഫോട്ടോ തന്നെ കൊടുത്തത്. ഓക്കെ ചക്ക ചുമ്മ. ഓക്കെ വെച്ചോ. ചക്കര അമ്മ. കുഞ്ഞെ പശു കുഞ്ഞെങ്ങോട്ട് പോയി? ഏട്ടൻ നടക്കാൻ പോയിട്ട് വന്നില്ല. നടക്കാൻ പോയോ? കൊച്ചമ്മ തിരക്കുന്നു. എന്തിനാ? അതെനിക്കറിഞ്ഞോ, അത് കൊച്ചമ്മയ്ക്ക് അറിയാവൂ. മുത്തുക്കിളി കാര്യത്തെന്ന് പറ. സത്യം എനിക്കറിഞ്ഞൂടാ, എന്റെ അമ്മയാണ് അറിഞ്ഞൂടാ. അമ്മ ചിരിച്ചോണ്ടാണോ ദേഷ്യപ്പെട്ടിട്ടാണോ സംസാരിച്ചത്? അത് ചിരിച്ചോണ്ട് പറഞ്ഞു. കുറെ കഴിഞ്ഞ ശേഷം ദേശത്തിന്റെ ഭാവങ്ങളാ മിന്നും മറഞ്ഞത്. ആണോ? രാവിലെ നടക്കിറങ്ങിയായിരുന്ന അതാ വന്ന കൊച്ചമ്മ കണ്ടായിരുന്ന? ഇല്ല. കൊച്ചമ്മ തിരക്കി. ഞാൻ വരാം. അല്ല കൂടെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഞാൻ വരാം. വരും. വരണേ വരണേ വരാന്ന്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.